പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മലപ്പുറം അരീക്കോട് മാലിന്യ പ്ലാന്റിൽ അപകടം. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ കുഴിയിൽ വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. രാസലായനി ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുക്കം ചേരുന്നു. റഫീഖ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ. വൃന്ദ, ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോട് കൂടിയിട്ടാണ് ഈ വലിയ ഒരു അപകടം സംഭവിക്കുന്നത്. ഇത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കളപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് അതിൽ കുടുങ്ങി അവരെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചിട്ടുള്ളത്. അതായത് ബീഹാർ, അതുപോലെ ആസാം സ്വദേശികളായ വികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, സമദ് അലി എന്നിവ ഈ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇവര് ഇത്തരത്തിൽ ഈ കെമിക്കൽ ടാങ്കിൽ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇതുപോലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് തൃണമൂൽ കോൺഗ്രസ് അതുപോലെ അതിന്റെ നേതാവായ KT അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്ലാന്റ് ആണ്. അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ തൊഴിലാളികൾക്ക് 2 പേർക്ക് ഇവിടെ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത്, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ വിവരം അവർക്ക് കിട്ടിയിട്ടില്ല. ഇനി CCTV കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർ നോക്കാമെന്നാണ് ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള KT അബ്ദുറഹ്മാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധന നടത്തുന്നുണ്ട്. അത് അരീക്കോട് സ്റ്റേഷൻ പരിധിയിലുള്ള SI ആദ്യം വന്നിരുന്നു. അദ്ദേഹം അതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ സ്മെല്ല് കാരണം പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇതിന്റെ പ്ലാന്റിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിനുള്ളിൽ കയറി അതിൻ്റെ വിദഗ്ധർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 3 പേര് ഇപ്പോൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മൃതദേഹം അവിടെ ആണ് ഉള്ളതെന്നാണ് മൃതദേഹം അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്നതിലടക്കമുള്ള സ്ഥിരീകരണങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ നാട്ടുകാരുടെ പ്രതികരണം എന്താണ്? ഇത്തരത്തിൽ വലിയൊരു പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നാട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ലഭിക്കുന്നത്? നാട്ടുകാർ നമ്മോട് പറയുന്നത് ഇത്തരത്തിൽ വലിയൊരു ഈ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരീക്കോട് കോഴി ഫാമിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിലെ കെമിക്കൽ ടാങ്കിൽപ്പെട്ട് 3 പേർ മരണപ്പെട്ടു. മലപ്പുറം ജില്ലാ അതിർത്തിയിലെ അരീക്കോടിനടുത്ത് വടക്കമുറി കളപ്പാറയിലെ കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിലെ കെമിക്കൽ ടാങ്കിലുണ്ടായ അപകടത്തിലാണ് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റഫീഖ് തോട്ടുമുക്കം.